സ്വാഗതം. കാർഡുകളുടെ ലോകത്തേക്ക് വീണ്ടും. എല്ലാ കാർഡുകളും ടാരോ കാർഡുകളല്ല കേട്ടോ. കാർഡുകളെ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ടാരോ കാർഡുകളാണ്. ഇത് പല രീതിയിൽ വരുന്നുണ്ട്. 78 കാർഡുകൾ അടങ്ങിയ ട്രഡീഷണൽ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നതാണ് ടാരോ കാർഡുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഓറക്കിൾ കാർഡുകൾ എന്ന് പറയുന്നതാണ്. ഇതും പല രീതിയിൽ പല ഇതിൽ വരുന്നുണ്ട്. ടാരോ കാർഡുകളും ഓറക്കിൾ കാർഡുകളും വ്യത്യാസം എന്ന് പറയുന്നത് ടാരോ കാർഡുകളിൽ കൃത്യമായിട്ട് 78 കാർഡുകളുണ്ട്. അവയെ കൃത്യമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഘടനാപരമായിട്ട് 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് രണ്ടായിട്ട്, പിന്നെ 5 മൂലകങ്ങളുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ടാരോ നിൽക്കുന്നതെങ്കിൽ ഓറക്കിൾ കാർഡുകൾ എന്ന് പറയുന്നത് ഒരു ജനറൽ ഗൈഡൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിന് കൃത്യമായിട്ടുള്ള നമ്പറുകളൊന്നുമില്ല. ഇത് കൂടാതെ നമുക്കൊരു കാർഡ് കൂടിയുണ്ട്. അതിനാണ് നമ്മൾ ലെനമെൻറ്റ് കാർഡുകൾ എന്ന് പറയുന്നത്. ലെനമെൻറ്റ് കാർഡുകൾ എന്ന് പറയുന്നത് 36 അല്ലെങ്കിൽ 38 കാർഡിൻ്റെ, സാധാരണ 36 കാർഡാണ്. ഇപ്പോൾ മോഡേണിൻ്റെ കേളിൽ 32 വരുന്നുണ്ട്. ഇത് നമ്മുടെ ഭാവികഥനത്തിലുള്ള കാർഡുകളാണ്. യഥാർത്ഥത്തിൽ ലെനമെൻറ്റ് കാർഡുകളിലാണ് ഫോർച്യൂൺ ടെല്ലിംഗ് കാർഡ്സ് എഴുതിയിട്ടുണ്ടാവുള്ളൂ. ടാരോ കാർഡുകളിൽ കാർഡ്സ് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അത് ഉപയോഗിച്ച് ഭാവികഥനം നടത്തുന്നേ ഉള്ളൂ. ഓറക്കിൾ കാർഡുകൾ എന്ന് പറയുന്നത് നമുക്ക് നിത്യവും ഗൈഡൻസ് തരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ടാരോ കാർഡ് വാങ്ങുന്നതിനേക്കാളും മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ പേർപ്പസ് എന്താണെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഭാവികഥനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ലെനമെൻറ്റ് കാർഡുകളാണ്. പക്ഷേ ഇത് വളരെ ഡിഫിക്കൽട്ടാണ് പഠിക്കാൻ. ഈസി ആയിട്ട് ഭാവികഥനമാണ് ആവശ്യമെങ്കിൽ ടാരോ കാർഡുകളാണ് നല്ലത്. അതല്ല, ഒരു ഡെയിലി ഗൈഡൻസ്, ഒരു സന്ദേശമാണ് യൂണിവേഴ്സിൻ്റെ വേണമെങ്കിൽ ഏതെങ്കിലും ഓറക്കിൾ കാർഡ്, ഈ ഓറക്കിൾ കാർഡല്ല ഏതെങ്കിലും ഒന്ന് വാങ്ങാം. താങ്ക് യു ഫോർ വാച്ചിങ്.